ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ നിങ്ങളെ വാല്യബിളായിട്ടുള്ള കമൻറ്റ്സ് എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോളൊക്കെ എണീച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡൊന്ന് വിരിച്ചിടട്ടെ എന്ന് കരുതിയിട്ട് ബെഡ്റൂമിലേക്ക് വന്നതാണ് കേട്ടോ. എന്നിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് കരുതി അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് കരുതിട്ടോ. അപ്പോൾ മോളുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടു. അതിനുശേഷം കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് മടക്കി വെച്ച് ഇവിടേക്കൊന്ന് ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് കരുതിട്ടോ. അപ്പം ഇനി നമുക്ക് ആക്കം പോലെ വന്ന് പിന്നെ കിച്ചണിലെല്ലാം പണിയും കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അടിച്ച് വാരിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തുണികൾ തലേന്ന് തന്നെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. പറ്റിയിട്ടില്ലെങ്കിലാണ് കേട്ടോ പിറ്റേന്ന് മടക്കുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. പിന്നല്ലേ നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് നമ്മളെ പ്രയറും കാര്യങ്ങളും നമ്മളെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടില്ലേ നല്ല ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ പണികൾ തീർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു എന്തോ ഒരു ഉന്മേഷമായിരിക്കും അല്ലേ. നമ്മൾ എത്രത്തോളം നമ്മളെ വീട്ടിൽ ആക്റ്റീവായിട്ടിരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കട്ടെ നമ്മുടെ വീടിൻ്റെ ആ സന്തോഷം ഉണ്ടാവുക. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഓടി നടന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ വീട് നല്ല രീതിയിൽ നോക്കുക. അങ്ങനെയൊക്കെ ആയാൽ ആ വീട്ടിലെന്നും നല്ലൊരു ഉണർവ് ഉണ്ടാവില്ലേ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഒരു എനർജി ആയിട്ട് തോന്നും. നേരെ മറിച്ച് നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണെങ്കിൽ ആ വീടൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരുന്നാൽ തന്നെ ആ വീടും ആ വീട്ടിലുള്ളവരും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അകത്തെ ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കേകി അത് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തിളച്ച് പോവുമല്ലോ, അങ്ങനെ പോവില്ല. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ കേട്ടോ. ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് തലേന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ നമ്മളെ മക്കളും ഉണ്ടാവുക. നമ്മൾ നല്ല എനർജിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളും അതുപോലെ തന്നെയല്ലേ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ഒതുങ്ങി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ മക്കളും എന്തെങ്കിലും ചെയ്തൊരു മൂലയ്ക്ക് അങ്ങനെ കുത്തിരിക്കും പോലെ കാര്യങ്ങളൊന്നും ശരിക്കും പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യൂല. നമ്മൾ ആക്റ്റീവായിട്ടിരുന്നാൽ നമ്മളെ മക്കളും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ മക്കളും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോളുണ്ട്, ഞങ്ങൾ വേഗം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കട്ടെ കേട്ടോ. പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് ചേർത്തിട്ടാണ് കേട്ടോ. ഏത് വെജിറ്റബിൾസാണോ നമ്മളെ കയ്യിലുള്ളത് അത് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പച്ചക്കറി വേവിക്കാൻ വേണ്ടി ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഒക്കെ കുറേശ്ശെ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഒക്കെ മതി. ഇനി നമ്മൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി ചെറിയുള്ളി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായി വറുത്തെടുക്കുക കേട്ടോ. നന്നായി വറുത്തെടുത്ത് പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലിൻ്റെ ഇതിലൊന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാ തട്ടിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ അതവിടെ റെഡി ആകുമ്പോഴേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ എണ്ണയ്ക്ക് കുറച്ച് കായപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക, കായാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ തേങ്ങയിൽ വറുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി. അപ്പോൾ ഞങ്ങളത് കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ലഞ്ചിന് സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വറവായിട്ട് ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മീൻ പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടി വേഗം ചെയ്ത് വെച്ചാൽ പണി കഴിഞ്ഞല്ലോ അല്ലേ. കിച്ചൺ ക്ലീൻ ചെയ്യാനുള്ളല്ലോ. അപ്പോൾ അതുകൂടി വേഗം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ഫാസ്റ്റായിട്ട് ഒന്ന് അടിച്ച് വാരി അതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പണിയൊക്കെ കഴിച്ച് ഫ്രീ ആവാൻ പറ്റും അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറഞ്ഞ ജംഷി അൻസാരിക്ക് ഒരു ബിഗ് ഹായ് കേട്ടോ. അതിനുശേഷം പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടോ കിച്ചണിലേക്ക് തന്നെ. അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാറും ഇതൊക്കെ കൂട്ടി ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരട്ടെ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.